ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ തൂർ റെയിൽവേ സ്റ്റേഷനിൽ 28/12/2025 ഞായറാഴ്ച തൂർ റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറേ കുട്ടികളെയാണ് ഈ കാണുന്നത്. പൂപ്പലം ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പെരിന്തൽമണ്ണയിലെ കോളേജിലെ കുട്ടികളെയാണ് ഈ കാണുന്നത്. ആ കോളേജിൻ്റെ MSTM കോളേജ് പൂപ്പലം, MSTM കോളേജ് അപ്പോൾ അവർ രാവിലെ എത്ര മണിക്കാണ് തുടങ്ങിയത്? അവർ 9 മണിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 9 മണിക്ക് തുടങ്ങി. ഇനിയിപ്പോൾ എത്ര മണി വരെ ഉണ്ടാവും? അവരിപ്പോൾ ഏകദേശം ഒരു 12:30 വരെ അവരെ പരിപാടി ഉണ്ടാവും. 12:30 ശേഷം നിങ്ങൾ ചങ്ങാതിക്കൂട്ടം അവർക്ക് നൽകുന്ന ഭക്ഷണമുണ്ട്, അത് അവർക്ക് കൊടുക്കും. നിങ്ങൾ അത് 2 ദിവസം മുന്നേ അവർ ചോദിച്ചതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് ഈ പരിപാടിയിൽ ഭക്ഷണം തരാൻ കഴിയുമോ ചോദിച്ചപ്പോൾ അത് നമ്മളെ ഏറ്റതാണ്. അപ്പോൾ അത് ഞങ്ങൾ ചങ്ങാതിക്കൂട്ടം അത് നമുക്ക് കഴിയുമെന്ന് പറഞ്ഞാണ് ഏറ്റ പരിപാടിയാണ് റെയിൽവേ സ്റ്റേഷൻ കൂട്ടം. അപ്പോൾ ആ ഭക്ഷണം ഒരു 12:30 ഇവിടെ എത്തും. അപ്പോൾ ആ ഭക്ഷണം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കല്ലോ പരിപാടി കഴിയും. അത് കഴിഞ്ഞവർ വീണ്ടും യാത്രയാവും. പിന്നീട് ഹൈസ്കൂളിലാണ് ഇവർ ക്യാമ്പുള്ളത്. അപ്പോൾ നാളെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നാളെ ഇവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് നമ്മളെ ഗാർഡനിങ് ഉണ്ട്. പിന്നെ ബുധനാഴ്ച ഒരു ഹൈ ക്യാമ്പ് ഉണ്ട് കണ്ണിൻ്റെ. അത് എവിടെ വെച്ചിട്ടാണ്? LP സ്കൂളിൽ വെച്ചിട്ടാണ്. അതിനെല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ ഇവർ സജീവമായിട്ട് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൂപ്പലം അവിടുത്തെ NSS സ്റ്റുഡൻസാണ്. നമ്മുടെ മണിയേട്ടനുണ്ട് ഇവിടെ. രാവിലെ തന്നെ വന്നിട്ടുണ്ട്. 11 മണിയിപ്പോൾ. ഇതുവരെ മണിയേട്ടൻ പിന്നെ ശുചീകരണ പ്രവൃത്തിയിലായിരുന്നു കുട്ടികളുടെ കൂടെ. അപ്പോൾ മണിയേട്ടൻ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക്? NSSൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ കുട്ടികൾ വളരെ സജീവമായി ഇതിൽ പങ്കെടുക്കുകയും ഇതിനെ വളരെ വിജയമാക്കി തീർക്കുകയും ചെയ്തു. അതായത് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൂപ്പലത്തുള്ള NSS സ്റ്റുഡൻസാണ് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. വളരെ നന്നായി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവരെടുത്ത ആ ഒരു ശ്രമവും അവരുടെ ആ ഒരു സഹകരണവും വളരെയധികം അഭിനന്ദനം അറിയിക്കുന്നു. അവർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചങ്ങാതിക്കൂട്ടം ഈ രംഗത്ത് വിപ്ലവകരമായ നടപടിയാണ്. എല്ലാ രംഗത്തും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിലും അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിലും അവരെ പരിചരിക്കുന്ന കാര്യത്തിലൊക്കെ അവർ മുന്നിട്ടിറങ്ങി നന്നായി ശ്രമിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ചങ്ങാതിക്കൂട്ടത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, MSTM പൂപ്പലം ആർട്സ് കോളേജിലെ കുട്ടികളാണ്. ഈ കുട്ടികളുടെ പേര്, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേര്? നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്? എത്രാമത്തെ പ്രാവശ്യമാണ്? കുറേ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ എത്ര മണിക്കാണ് എത്തിയത്? എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? 12 മണി വരെ ഉണ്ടാവില്ലേ? അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ക്ലീനായോ? അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. നിങ്ങളിതും പിന്നെ ഇനിയും തുടരുക. നല്ലൊരു പ്രവൃത്തിയാണ് കേട്ടോ അത്. എന്തായാലും ഇത് തുടർന്ന് പോകണം. റെയിൽവേ സ്റ്റേഷനായാലും പൊതുസ്ഥലം ആണെങ്കിലും എന്തായാലും പ്ലാസ്റ്റിക് നമുക്കൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് തുടർന്ന് പോവുക. ഇത് നമുക്കൊരു മാതൃക കാണാം കേട്ടോ. അപ്പോൾ വളരെ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെയാണ് ഈ കാണുന്നത്. നമ്മളെ പൂപ്പലത്തെ MSTM കോളേജിലെ കുട്ടികളെയാണ് ഈ കാണുന്നത്. അയ്യോ പൊങ്ങുന്നില്ലേ വീഡിയോ